നമസ്കാരം. ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ സതീശ നിഗ്രഹം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ മടക്കി ഒടിച്ച് ഭിത്തിയിലോട്ട് വാരി വിതച്ച് ഒട്ടിക്കുന്ന ഒരു പരിപാടി. ഇതാണ് കഴിഞ്ഞ കുറച്ച് 2-3 ദിവസങ്ങളായി സഭയിൽ കണ്ടുവരുന്നത്. VBG റാംജി അങ്ങനെ എന്തോ ഒരു പുതിയ പദ്ധതി ഉണ്ടല്ലോ. അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയിട്ട് നമ്മുടെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്ന നമ്മുടെ ദേശീയ സർക്കാർ, നമ്മുടെ കേന്ദ്ര സർക്കാർ കാണിച്ചു വെച്ച ഒരു വലിയ ഉഡായിപ്പ്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കാർക്കും സമയമേ ഇല്ല, ഒട്ടും സമയമില്ല. അപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു പ്രമേയം പാസ്സാക്കാൻ വേണ്ടി നിയമസഭ ഇരിക്കുകയാണ്. എന്നാൽ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയോ അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ലെന്നേ ഉടനെ VD സതീശനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള കുറേ പ്രതിപക്ഷ MLA-മാരുണ്ട്. ഇവർക്കാണ് ഈ സഭയിൽ ഇരിക്കുമ്പോൾ എന്തോ ഞെളിവിരി കൊള്ളുന്ന പോലെയുള്ളൊരവസ്ഥയാണ്. പലർക്കും പൈൽസിൻ്റെ രോഗമുണ്ടാവാം, അതുകൊണ്ടാവാം അവർ ഈ പറയുന്ന പോലെ സഭയിൽ അധിക നേരം ഇരിക്കാൻ കഴിയാത്തത്. അവർ എഴുന്നേൽക്കുന്നു, ബഹളം വയ്ക്കുന്നു, ബാനർ വലിച്ചു കെട്ടുന്നു, പ്ലക്കാർഡുകൾ ഉയർത്തുന്നു എന്ന് വേണ്ട ആകപ്പാട പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസവും ഇത് തന്നെ അവസ്ഥ. എന്നയിടം നാശങ്ങളെ നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവെക്കുക കാര്യം. അതായത് പിന്നെ ശബരിമലയാണ് വിഷയം. അപ്പോൾ ശബരിമലയുമായി ഒരു ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. സർക്കാർ അതിനെക്കുറിച്ച് പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ. ഞങ്ങൾ ചർച്ചയ്ക്കില്ല, ഞങ്ങൾ ചർച്ച ചെയ്താൽ ഞങ്ങൾ പാളിപ്പോവും. അക്കാര്യത്തിലൊരു ഭയം പ്രതിപക്ഷത്തിനുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഭ കൂടിക്കഴിഞ്ഞാൽ അവിടെ സഭയിൽ വലിയ പ്രശ്നങ്ങളാണ്. അടിയന്തര പ്രമേയം ഒരിക്കൽ പറയേണ്ടി വന്നിട്ട് ഈ ഒരു അടിയന്തര പ്രമേയം കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഉടനെ അനുമതി തരാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ അനുമതി നിഷേധിക്കണം. അപ്പോഴല്ലേ ഞങ്ങൾക്ക് സമരം ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി കഴിഞ്ഞാൽ ഉടനെ പിന്നെ ആകെപ്പാട് ഇവർക്കൊരു വെപ്രാളമാണ്. കാര്യം അത് അവർക്ക് കെണിയായി തീരും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ദിവസം, അതായത് പിന്നെ ഇന്നലെ നടന്ന സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശനെ ഇങ്ങനെ വാരി ഭിത്തിയെല്ലാം ഒട്ടിക്കുമായിരുന്നു. അപ്പം നമ്മൾ അതുവരെ കരുതിയത് ഇനിയിപ്പോൾ പിണറായി വിജയനാണ് മാസ് പ്രാസംഗികൻ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആര് സഭയിലിരിക്കാനും അതോടൊപ്പം തന്നെ പ്രസംഗിക്കാനും ആൾക്കാരെ കൂട്ടാനും ഒക്കെ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു ഉത്തരമാണ് അവിടെ നിന്ന് ലഭിച്ചത്. 5 പേര് ചേർന്ന് VD സതീശനെ തലങ്ങും വിലങ്ങും വലിച്ചു കീറുകയും കിട്ടും. VD സതീശന് ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. സോണിയാഗാന്ധിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ഉൾപ്പെടുത്തുന്നത് എന്തോ സതീശൻ അങ്ങോട്ട് സൂചിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ മാതൃതുല്യയായ നേതാവാണ്. അപ്പോൾ ആ മാതൃതുല്യയായ നേതാവ് അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി ഞങ്ങളുടെ സഹോദരി തുല്യയാണ്, കേരളത്തിൽ നിന്നുള്ള MP ആണ്. അത് പ്രിയങ്ക ഗാന്ധിക്ക് അറിയുമോ എന്നറിയത്തില്ല, കേരളത്തിൽ വയനാട്ടിൽ നിന്നുള്ള MP ആണ് താനെന്നുള്ള കാര്യം, അത് വിട്. അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയെ ആക്ഷേപിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പ്രിയങ്ക ഗാന്ധി എന്തോ അന്ന് ചർച്ചയ്ക്ക് ഇതിനു ശേഷം അവിടെ പ്രധാനമന്ത്രിയുടെ കൂടെ പോയി ചായ കുടിച്ചത് സഭയിൽ ഒന്ന് പറഞ്ഞുപോയി. കാര്യം സഭയിൽ ഇതിനു മുമ്പ് ലോക്സഭയിൽ കെട്ടിപ്പിടിച്ചാണ്, നമുക്കറിയാം നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്ക്. ആ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അപ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ ജനസിൽപ്പെട്ട ആൾക്കാരാകുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ സഹോദരി കൂടിയാണല്ലോ, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചാൽ പോകുന്നത് തെറ്റൊന്നുമുള്ള കാര്യമല്ല. കാര്യം ചായ കുടിക്കാൻ പോവുകയും വേണമെങ്കിൽ അല്പം ആഹാരം കഴിക്കുക കൂടി ചെയ്യാം എന്ന് തെളിയിച്ച ഒരാളാണല്ലോ NK പ്രേമചന്ദ്രൻ. ആ ചായ കുടിച്ചതിൻ്റെയും ആഹാരം കഴിച്ചതിൻ്റെ ഗുണം അദ്ദേഹം പിന്നീട് കാണിച്ചിരുന്നു. അതായത് ശബരിമലയിൽ ബീഫും പൊറോട്ടയും കൊടുത്തിട്ടാണ് അവിടെ 2 പേരെ, 2 ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും ഇവിടുന്ന് പോലീസുകാർ കയറ്റിക്കൊണ്ട് പോയത് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ആ ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു ഗുണം അദ്ദേഹം കാണിക്കുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ലോക്സഭാ അംഗം. അപ്പോൾ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തങ്ങ് ഇട്ടു. ഇദ്ദേഹം പറയുന്നത് സോണിയാഗാന്ധിയുടെ പ്രശ്നം, സോണിയാഗാന്ധിയെ ഇതുവരെ വേറൊരു പ്രശ്നമുള്ളത് സോണിയാഗാന്ധിയെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായ കാര്യം കേരളത്തോട് വിളിച്ചു പറയാൻ ഈ പ്രതിപക്ഷ നേതാവ് മടിക്കുന്നത്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള നടത്തിയത് സഖാക്കളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എത്ര സഖാക്കളെ അറിയാം? എത്ര സഖാക്കൾ ഇതിനകത്ത് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി? അതായത് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. SIT അന്വേഷണത്തിനകത്ത് കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പം അങ്ങനെ കണ്ടെത്താത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെയും VN വാസവനെയും ഒക്കെ ഇതിനകത്ത് പ്രതി ചേർക്കാത്തത് കൊണ്ട് SIT എന്ന് പറയുന്ന ആ അന്വേഷണ ഏജൻസി വളരെ പരിതാപകരമായിട്ടാണ് പോകുന്നത്. കാരണം സർക്കാർ SITക്ക് മേൽ വല്ലാതെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു, അതെ നമ്മുടെ കുറച്ച് പിള്ളേരുണ്ട് കേട്ടോ SIT, അതുകൊണ്ട് നിങ്ങളാരും അങ്ങോട്ട് അന്വേഷിച്ച് അവന്മാരുടെ കുടുംബത്തോട്ട് എന്ന് കയറിയേക്കല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് VD സതീശൻ ഇപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. VD സതീശൻ എന്താ
ഒട്ടും ബോധമില്ലേ? അതോ രാവിലെ വന്നിട്ട് കനകോലുമാവൻ പറയുകയാണ്, രാവിലെ കനകോലുവിനെ കണ്ട് കുമ്പിട്ട് തൊഴുതിട്ടാണ് വി.ഡി. സതീശൻ നേരെ സഭയിലേക്ക് വരുന്നത് എന്ന് ചില കരക്കമ്പിയൊക്കെ കേൾക്കുന്നുണ്ട്. അത് വേറെ ഒരു വശത്തുണ്ട്. അപ്പോൾ കനകോലു പറയും, ഇന്ന് ചെന്നിട്ട് നീ ഇതിൽ തന്നെ നിന്നാൽ മതി, കാരണം മുഖ്യമന്ത്രി SITയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. അപ്പം സതീശൻ സ്വാഭാവികമായിട്ടും സതീശനായതുകൊണ്ട് ചോദിക്കുമെന്ന് അറിയത്തില്ല, സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയം, അതിന് എവിടെയാണ് കനകോലു മാമ തെളിവിരിക്കുന്നത് എന്ന് ചോദിക്കും സാധാരണഗതിയിൽ. സതീശന് പക്ഷേ എങ്ങനെയെങ്കിലും അങ്ങ് അധികാര പ്രമത്തതയിലേക്ക് അങ്ങോട്ട് എത്തിച്ചേർന്നാൽ മതി, അധികാര സ്ഥാനങ്ങളിലേക്ക് അങ്ങ് വിരാജിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തില്ല. മുഖ്യമന്ത്രി ആകാൻ പഠിക്കുകയാണ് വി.ഡി. സതീശൻ. അതിനുവേണ്ടിയുള്ള കോഴ്സ് തപാൽ വഴി കനകോലുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഗുരുമുഖത്ത് നിന്ന് ഇങ്ങനെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ആകാൻ കഴിയൂ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു സമീപനമാണ്. MP രാജേഷ് ഒരു വശത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞു. ഇന്ന് MP രാജേഷ് പറഞ്ഞ വളരെ രസകരമായൊരു കമൻ്റ് ഉണ്ട്. അതായത് ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിൽ, ആ സിനിമയിൽ ശ്രീനിവാസൻ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന സമയത്ത് ഇന്നസെൻ്റ് വരുന്ന ഒരു സീനുണ്ട്. ആ സീനിലേക്ക് ഇന്നസെൻ്റ് വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ആ മരിച്ചേനെ എന്നൊക്കെ, ആ വണ്ടി കണ്ടാൽ അറിയാം അതിനകത്തിരുന്ന ആൾ മരിച്ചുപോയി. അപ്പോൾ ആ സമയത്ത് മാമുക്കോയ ഇന്നസെൻറ്റിനെ വിളിച്ച് മാറ്റി നിർത്തി നല്ല ഒന്നാമതൊരു അടി കൊടുത്തിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്തല്ല ഇമാതിരി ചെറ്റവർത്തനം പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടി കൊടുക്കുന്ന ഒരു സീനുണ്ട്. വളരെ പ്രോപ്പറായ ടൈമിൽ MP രാജേഷ് ആ ഡയലോഗ് എടുത്ത് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ ആ സിനിമയിലെ ഡയലോഗ് അതുപോലെ പറഞ്ഞില്ല എങ്കിൽ തന്നെയും പറഞ്ഞതിൻ്റെ ആകെ തുക അത് തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ ചില ആൾക്കാരെ സഭയിൽ മിസ് ചെയ്യുന്നത്. കാര്യം പ്രതിപക്ഷത്തെ അടിച്ചിരുത്തിയാണ്, പ്രതിപക്ഷത്തിന് ഇരുട്ടടിയോട് ഇരുട്ടടിയാണ്. കഴിഞ്ഞ ദിവസം ആകെ നാശക്കെട്ട് ഒടുവിൽ പ്രതിപക്ഷത്തെ നേതാവ് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടിട്ട് അവരോട് പറയണം, എനിക്ക് വട്ടാണെന്ന് പറയൂ, നിങ്ങൾ പറയൂ എനിക്ക് വട്ടാണോ എന്നൊക്കെ വി.ഡി. സതീശൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഭയങ്കര രസകരമായി തോന്നി. കാര്യം പി. രാജീവ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ കിടന്ന് പറയുവാണെങ്കിൽ അതിന് മനോനില തെറ്റിയ ഒരാളായിരിക്കണം എന്നുള്ള നിലയിൽ തന്നെ പി. രാജീവ് അടിച്ചിരുത്തി വി.ഡി. സതീശനെ. ഇപ്പം എന്നിട്ട് ചില കൊങ്ങികളൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ 5 മന്ത്രിമാർക്ക് സതീശൻ ഇല്ല എന്ന് വെച്ചാൽ സതീശനെ തേച്ചൊട്ടിച്ച് എന്നിട്ട് സഭയെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സതീശൻ പറഞ്ഞു, പിള്ളേരെ നമുക്ക് ഇറങ്ങിപ്പോവാന്ന്. അല്ല, ഇതിനെ വാക്കൗട്ട് എന്നല്ല പറയുന്നത്, ഭയന്നിറങ്ങി ഓടിയവരാണ് പ്രതിപക്ഷം. എന്നിട്ട് പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങൾ, കാര്യം അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചില പ്രൊപ്പഗണ്ട ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സതീശൻ പറയുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ അവർ കേൾക്കൂ, കൂടുതൽ ചോദിക്കില്ല. കാരണം സോണിയാഗാന്ധിയെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ പറ്റില്ല. അവസാനം ആരൊക്കെയാണ്, ശിവൻകുട്ടി എടുത്തിട്ടലക്കി, പി. രാജീവ്, MP രാജേഷ്, സുനിൽകുമാർ, ഇവരെല്ലാം കൂടെ എടുത്തിട്ടങ്ങ് മേഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ പാവംപെട്ട വി.ഡി. സതീശനെ. അങ്ങനെ സതീശൻ ഗത്യന്തരമില്ലാതെ ഓടി വെളിയിലിറങ്ങി മാധ്യമങ്ങളുടെ മുന്നിൽ ഈ പറയുന്ന പോലെ ഞാൻ ഇവരെയെങ്കിലും ചീത്ത വിളിച്ച് ഞാൻ ആനന്ദം കണ്ടെത്തിക്കോട്ടെ എന്ന് പറയുന്ന രീതിയിൽ സതീശൻ അവിടെ നിന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് ശരിക്കും ഒരാളെ കൂടെ നമ്മൾ സഭയിൽ മിസ് ചെയ്തത്. കാര്യം ഇതൊന്ന് രംഗം ഒന്ന് കുറച്ചുകൂടെ കൊഴുത്തേനെ ആ ആളോട് ഉണ്ടായിരുന്നെങ്കിൽ. ആ ആളുടെ പേര് M. സ്വരാജ് എന്നാണ്. M. സ്വരാജും കൂടി അവിടെ ഒരു നിയമസഭാ അംഗമായിരിക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹം ഒരു മന്ത്രിയായിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. ശരിക്കും നമ്മൾ വല്ലാതെ പ്രതീക്ഷിക്കുന്ന ഒരു ഡയലോഗാണ്. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഈ വി.ഡി. സതീശൻ്റെ ചാവടിയന്തരം വരെ കഴിഞ്ഞ ദിവസം സഭയെ വെച്ച് നടന്നേനെ. അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു നിരീക്ഷണം കൂടി പുറത്തു വന്നതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ മുനയൊടിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം രാവിലെ തന്നെ കുറച്ചു നേരമൊക്കെ സഭയെ പിടിച്ചിരുന്നതിന് ശേഷം ഒരു വിഷയമുണ്ടാക്കി പ്ലക്കാർഡ് ഉയർത്തി ബാനർ വലിച്ചു കെട്ടി ചീത്ത വിളിച്ച് സമരം ചെയ്ത് ഇറങ്ങി പുറത്തേക്ക് പോയത്. കാരണം SITയുടെ അന്വേഷണം വളരെ കൃത്യമായിട്ടാണ് പോകുന്നത് എന്ന് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയല്ല, ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരിക്കുന്നത്. ആ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിർദ്ദേശപ്രകാരവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വാഭാവിക ജാമ്യങ്ങൾ, ഈ ജാമ്യം മൂലം ആരും ഭയക്കേണ്ടതില്ല, ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഇവിടെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, കുറ്റവാളികൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷണത്തിൽ കാലതാമസം നേരിടുന്നത് എന്നുള്ളതിൻ്റെ കാര്യവും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സങ്കീർണമായ കേസുകളാണ്. കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എത്ര നാളത്തെയാണ് ഒരു കൊലപാതക കേസ് അന്വേഷിക്കുന്നത് പോലെ അത്ര ലാഘവത്വത്തോടു കൂടി അന്വേഷിക്കാൻ പറ്റിയൊരു കേസല്ല. കാരണം ഇതൊരു വലിയ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം കൂടിയായി മാറുന്ന ഒന്നാണ് ഇത്, നമ്മൾ ആലോചിക്കുക. അപ്പോൾ ആ സമൂഹത്തിൻ്റെ പ്രശ്നമായി മാറുന്നു. അവിടെ നിന്ന് സ്വർണം ഇളക്കി മാറ്റിയത് മുതൽ അങ്ങ് വിറ്റ് അത് ആരുടെ കയ്യിൽ ആ സാധനം എത്തിച്ചേർന്നു എന്നതടക്കമുള്ള വളരെ കൃത്യമായ ഒരു അന്വേഷണം, ഇതിൽ ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വളരെ കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഹൈക്കോടതിക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട്
ഹൈക്കോടതി പറഞ്ഞു ജാമ്യം കിട്ടി പോകുന്നതുകൊണ്ട് ആരും രക്ഷപ്പെടുന്നില്ല, അവർക്കെല്ലാം കുറ്റവാളികളാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഇതും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്ക് പിന്നീട് ചർച്ച ഈ വിഷയത്തിൽ നടത്തി കഴിഞ്ഞാൽ തങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാനക്കേടിനെ കുറിച്ച് വി.ഡി. സതീശനും കൂട്ടരും വല്ലാതെ ഭയക്കുന്നുണ്ട്. ഇനി ഒരു വട്ടം പോലും അവിടെ ഇരുന്നുകൊണ്ട് ഒരു ചർച്ച സഹിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് എന്ന് വി.ഡി. സതീശനും കൂട്ടർക്കും നന്നായിട്ട് അറിയാം. ആ കുഞ്ഞാപ്പയ്ക്ക് വരെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്ക് കുഞ്ഞാപ്പ സതീശനെ നോക്കുക, ഈ പത്രസമ്മേളനം വിളിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കുഞ്ഞാപ്പ സതീശനെ നോക്കുക, ഇങ്ങനെ പൂർണ്ണമായി കൈവിട്ടു പോയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവമേ ഇങ്ങനെ എന്നെ മുഖ്യമന്ത്രിയാക്കുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത കുഞ്ഞാപ്പയുടെ മനസ്സിലുണ്ട്. കാര്യം പുള്ളി പൂർണ്ണമായി മൈൻഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഊഴം നമ്മുടെ കുഞ്ഞാപ്പയ്ക്കാണ് മുഖ്യമന്ത്രിയാകാൻ. കാരണം കുഞ്ഞാപ്പ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, പഴയ കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള യാത്രയിൽ ബാക്കിയുള്ളവരെ എല്ലാം താഴെ ചെറിയ സ്റ്റാമ്പ് കണക്കിന് ഫോട്ടോസ് ആക്കിക്കൊണ്ട് ഏറ്റവും മുകളിൽ ചിരിച്ചുകൊണ്ട് സതീശന് ഇരിക്കുന്നതിൻ്റെ ഒരു ചിത്രമൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ പുതിയൊരു പോസ്റ്റർ പ്രചരണം അവരുടെ ഈ പുതിയ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ UDFൻ്റെ യാത്രയിൽ ഉള്ള പോസ്റ്റർ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ സതീശനെ വലിച്ചുവാരി ഒട്ടിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിലേക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വരാജും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൂർത്തിയായനെല്ലാം. സ്വരാജിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു പ്രതിപക്ഷത്തിനെ അടിച്ചിരുത്താൻ തക്ക ശേഷിയുള്ള അതിശക്തന്മാരായ അതികായന്മാരായ ഒരുപറ്റ നേതാക്കന്മാരുടെ കൂട്ടമാണ് ശരിക്കും CPM അല്ലെങ്കിൽ LDF മുന്നണി എന്ന് പറഞ്ഞാൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ, മന്ത്രി കെ രാജൻ അടിച്ചിരുത്താൻ ഏറ്റവും ബഹുമിടുക്കനാണ്. ഞാൻ സുനിൽകുമാർ എന്ന് പറഞ്ഞ് മാറിപ്പോയാണ്, കെ രാജനാണ്. അപ്പം കെ രാജൻ ഏറ്റവും മിടുക്കനായ ഒരു നേതാവാണ്. അതോടൊപ്പം നമ്മൾ നോക്കി MP രാജേഷ്, P രാജീവ്, ബാലഗോപാൽ, എന്തിനേറെ ശിവൻകുട്ടി ഒരാൾ മതി, V ശിവൻകുട്ടി, പിന്നെ സ്വരാജ്, മുഹമ്മദ് റിയാസ്, ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് അരയും തലയും മുറുക്കി അങ്ങോട്ട് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ആരും പറയാതെ തന്നെ സ്വാഭാവികമായി അടഞ്ഞു പോകും. പിന്നീട് പ്രതിപക്ഷത്തിൻ്റെ ഏക ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെങ്കിലും തൊടലും പറിച്ച് ഇറങ്ങി പുറത്തേക്ക് ഓടി അവിടെ പോയി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചില പ്രൊപ്പഗണ്ട ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വലതുപക്ഷം പിടിച്ചുകൊണ്ട് വലത് ചായ്വോടുകൂടി പ്രവർത്തിച്ചു പോരുന്ന ഒരു സമീപനം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരിക്കൽ പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ. പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ സ്വാഭാവിക ജാമ്യം നേടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്തനംതിട്ട ജില്ലയിൽ ഇറങ്ങിയ മുട്ടുകാല് തലയൊടിക്കുന്ന നാട്ടുകാർ. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കയറാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും 2 ദിവസം, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും, അതായത് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ പോയിട്ട് SITയിൽ പോയിട്ട് അവരുടെ മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ട്. 2 ലക്ഷം രൂപ വീതം ഉള്ള 2 പേരുടെ ആൾജാമ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉപാധികളോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്ന് തുടങ്ങിയ, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് തുടങ്ങിയ നിരവധി ഉപാധികളോട് കൂടി തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അല്ലാതെ പ്രതിപക്ഷ നേതാവ് വിചാരിക്കുന്ന പോലെ ഉണ്ണികൃഷ്ണൻ നീ എന്നാ വിട്ടോ, നീ വീട്ടിൽ പോയി പിള്ളേരുടെ മക്കളെയും കൂടെയൊക്കെ സുഖമായിട്ട് ജീവിച്ചോളൂ, നീ എന്നിട്ട് നീ എങ്ങനെയാണെന്ന് വെച്ചിട്ട് അങ്ങനെ ജീവിച്ചോളൂ എന്ന് പറയുന്ന തരത്തിലല്ല ഇതിൻ്റെ ഒരു ഘടന, ജാമ്യം നൽകിയിരിക്കുന്ന ഉപാധികൾ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ എന്തുകൊണ്ടാണ് വി.ഡി. സതീശന് മനസ്സിലാകാത്തത് എന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശൈലജ ടീച്ചർ പറഞ്ഞത് തന്നെയാണ്. എങ്ങനെയും അധികാരം പിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം, അതിനു വേണ്ടിയിട്ട് ശബരിമല എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രശ്നത്തെ ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ നിർത്തുക എന്നുള്ളതാണ് സതീശൻ ഇവിടെ ചിന്തിക്കുന്നത്. ഈ പറയുന്ന BBG റാംജി ബില്ല് പോലും അതിൽ പോലും എന്തുകൊണ്ടാണ് സതീശൻ ഇടപെടാതെ മാറ്റിയിരിക്കുന്നത്? ജനങ്ങളോട് താല്പര്യമില്ല. സെയിം കാര്യം ഇത്രയേ ഉള്ളൂ. ജനങ്ങളോട് ഈ പറയുന്ന സതീശൻ അത്ര വലിയ താല്പര്യമില്ല. താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേന്ദ്രം നടത്തിയിരിക്കുന്ന ഒരു ഉഡായിപ്പുണ്ടല്ലോ, ഈ ഉഡായിപ്പ് പൊളിച്ചു കാട്ടാൻ വേണ്ടി വി.ഡി. സതീശൻ ശ്രമിച്ചേനെ. അതിന് പകരം സതീശൻ സ്വന്തം കരിയറാണ് നോക്കുന്നത്. സ്വന്തം കരിയർ, എനിക്ക് മുഖ്യമന്ത്രി ആകണം, ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ വർഗീയത ആളിക്കത്തിക്കണം എന്ന് വെച്ചാൽ ഒരു വലിയ സമൂഹത്തെ, വിശ്വാസി സമൂഹം എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പിനെ കയ്യിലെടുക്കാനും സർക്കാർ ഇവർക്കെല്ലാം എതിരാണ് എന്നൊരു പ്രയോഗം വരുത്തി തീർത്തുകൊണ്ട് സർക്കാർ ഇനിയും ഈ പറയുന്ന LDFനെ അധികാരത്തിൽ കൊണ്ടുവരരുത്, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ശബരിമലയെ സഹിതം അവിടെ ഇളക്കി മാറ്റി അവർ കച്ചവടമാക്കും എന്നൊരു വലിയ
പ്രചരണം, ഒരു കുപ്രചരണം നടത്തുകയാണ് ശരിക്കും ഇപ്പോൾ സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും സതീശൻ്റെ അത്തരം ശ്രമങ്ങൾക്കേറ്റ ഏറ്റവും കനത്ത തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇന്നലെയുമായി സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടി പ്രയത്നിച്ച, അതായത് സതീശനെ വാരി വലിച്ച് ഭിത്തിയിലൊട്ടിക്കാൻ ശ്രമിച്ച എല്ലാ മന്ത്രിമാർക്കും അഭിനന്ദനങ്ങളുണ്ട്. തന്നെയുമല്ല, അവരിലൂടെ സത്യം പറഞ്ഞ ജനം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. തന്നെയല്ല, സ്പീക്കറും വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ സർക്കാർ ഈ പറയുന്ന പോലെ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്, പകരം നിങ്ങൾ വാക്കൗട്ട് നടത്തുന്നതിനേക്കാൾ നല്ലത് ചർച്ചയ്ക്ക് ഇരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അതാണ് സ്പീക്കറുടെ ഏറ്റവും മികച്ച ഒരു കമൻ്റായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പക്ഷേ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വരാജിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു. ആ സ്വരാജ് കൂടി ആ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ സംഗതി ഭയങ്കര ഗംഭീരമായി മാറിയേനെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.